ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ മാർക്കറ്റ് അനലൈസ് വീഡിയോ. അപ്പം കഴിഞ്ഞ ദിവസം നമുക്ക് മാർക്കറ്റ് അനലൈസ് ഒന്നും പറയാൻ ടൈം കിട്ടിയില്ലായിരുന്നു, കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്കിന്ന് ഒരുമിച്ച് 2 ദിവസത്തെ മാർക്കറ്റ് അനലൈസ് നമുക്ക് പറയാം, 27-ാം തീയതിയിലെയും 28-ാം തീയതിയിലെയും. പിന്നെ 28-ാം തീയതി നമ്മൾ റെഡ് ലൈനും ഗ്രീൻ ലൈനും അപ്ലോഡും ചെയ്തിട്ടില്ല, കാരണം ടൈമൊന്നും കിട്ടിയില്ലായിരുന്നു, ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിരുന്നു. അപ്പം 27-ാം തീയതി നമ്മുടെ റെഡ് ലൈനും ഗ്രീൻ ലൈനും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം 27-ാം തീയതിയിലെ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 23,708 റെസിസ്റ്റൻസ് 23,886. അപ്പോൾ അന്നത്തെ ദിവസം കറക്റ്റായിട്ട് മാർക്കറ്റ് ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ഓപ്പൺ ചെയ്തു. തിരികെ താഴേക്ക് വന്നു. നമ്മളെ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചിരുന്നു, ഒരു വൈറ്റ് ലൈൻ, ഇതിന് മുമ്പ് ഒരു സപ്പോർട്ട് എടുത്തൊരു ഏരിയ. അപ്പം കറക്റ്റായിട്ട് നമ്മുടെ വീഡിയോ കാണാമെന്ന് നമുക്ക് മനസ്സിലാവും, നമ്മൾ ആ ഒരു ഏരിയ വരുമ്പോൾ എന്തായാലും ബൈ ചെയ്യും. അപ്പോൾ ആ ഒരു ഏരിയയിൽ വന്നപ്പോൾ നമ്മൾ ഒരു ഓൾ ഓപ്ഷൻ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. അന്ന് ഞാൻ ട്രേഡൊന്നും എടുത്തിട്ടില്ലായിരുന്നു, അനലൈസ് മാത്രമാണ് പറയുന്നത്. 27-ാം തീയതിയിലെ കാര്യമാണ്. അതുപോലെ തന്നെ ആ ഒരു ഏരിയയിൽ നമ്മൾ ബൈ ചെയ്തിരുന്നുവെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഒരു ട്രെൻഡ് ലൈൻ, ഒരു വൈറ്റ് ലൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അവിടെ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യാമായിരുന്നു. അതേപോലെ തന്നെ റെഡ് ലൈനിൻ്റെ അവിടെ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമ്മൾ ഒരു എടുത്തായിരുന്നുവെങ്കിലും താഴത്തെ ഒരു സിംഗിൾ ഓയിൽ നമുക്ക് SL പ്ലേസ് ചെയ്തുകൊണ്ട് അന്ന് നമുക്ക് നല്ലൊരു പോയിൻ്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയനായിരുന്നു ആ ഒരു ട്രേഡിൽ അന്നത്തെ ദിവസം 27-ാം തീയതിയിൽ. അപ്പം 27-ാം തീയതിയിൽ നല്ലൊരു ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നമ്മുടെ ലെവലുകളൊക്കെ കറക്റ്റായിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ ബിഹേവിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കറക്റ്റായിട്ട് ആ ഒരു പോയിൻ്റോട് നോക്കി നിന്നിരുന്നുവെങ്കിൽ നല്ല നല്ല പ്രോഫിറ്റുകൾ നമുക്ക് എടുക്കാൻ പറ്റിയതിനെ 27-ാം തീയതിയിലെ കാര്യമാണ് പറയുന്നത്. അതേപോലെ തന്നെ ട്രേഡ് എന്തായത് നോക്കാം. 28-ാം തീയതി നമ്മൾ ട്രേഡ് എടുത്തിരുന്നു. ബട്ട് റെസിസ്റ്റൻസും സപ്പോർട്ടും ഒന്നും നമുക്ക് വരയ്ക്കാൻ ടൈമൊന്നും കിട്ടിയില്ല. അന്ന് രാവിലെയാണ് എനിക്ക് അല്പം ഒരു ടൈം ഫ്രീ കിട്ടിയത്. ആ ഒരു ടൈമിലാണ് ട്രേഡ് എടുത്തത്. അനലൈസ് പറയാം. നമ്മൾ കഴിഞ്ഞ ദിവസമേ നമ്മൾ ഒരു വൈറ്റ് ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ട്രെൻഡ് ലൈൻ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്ന് നല്ലൊരു ട്രേഡ് എടുക്കാൻ പറ്റിയേനെ. ഫസ്റ്റ് ട്രേഡ് എന്ന് പറയുന്നത് ആ ഒരു 5 മിനിറ്റിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടപ്പോൾ സെക്കൻഡ് 5 മിനിറ്റ് തുടങ്ങാൻ നേരത്തെ അവിടെ നിന്ന് നമ്മളൊരു കോൾ ഓപ്ഷൻ എടുത്തിരുന്നു. ടാർഗറ്റായിട്ട് മുകളിലത്തെ ഒരു വൈറ്റ് ലൈനാണ് നമ്മൾ കൊടുത്തിരുന്നത്. ബട്ട് അതൊരു 10 പോയിൻറ്റോളം നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ചെറിയൊരു സ്കാൽപ്പിംഗ് പോലെ നമുക്ക് കുറച്ചൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയുള്ളൂ. അതെടുത്ത് നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു. അതിനുശേഷം രണ്ടാമത്തെ ട്രേഡ് എന്ന് പറയുമ്പോൾ ആ ഒരു വൈറ്റ് ലൈനിൻ്റെ അവിടെ ഒരു ബിയറിഷ് ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ താഴേക്ക് ബ്രേക്ക് ചെയ്തപ്പം നമ്മളിവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു. റെഡ് കളർ ട്രെൻഡ് ലൈൻ കണ്ടില്ല, ആ ഒരു റേഞ്ചിൽ നമ്മളൊരു പുട്ട് ഓപ്ഷൻ വാങ്ങിച്ചു. ഈ ഒരു വൈറ്റ് ലൈൻ്റെ അവിടെ ആ ഒരു ഗ്രീൻ കളർ ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങിച്ചു. അതിൻ്റെ SL എന്ന് പറയുന്നത് ആ ഒരു ഹൈയും കൊടുത്തിരുന്നു, ആ റെഡ് ലൈൻ്റെ ആ ഒരു ഹൈ കൊടുത്തിരുന്നു. അവർ ഹൈ കൊടുക്കാൻ കാരണം അതിന് മുമ്പ് ഒരു 10 മണി തൊട്ട് ആ ഒരു റേഞ്ചിൽ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു റെഡ് ലൈൻ അവിടെ വരച്ചിട്ടുള്ളത്. ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് താഴേക്ക് വരും, സിങ് ഹൈ ആ ഒരു റേഞ്ചിലായിരുന്നു മൂവ്മെൻറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വൈറ്റ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോൾ അവിടെ ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്തതും അതുപോലെ തന്നെ തൊട്ട് മുകൾ വശത്ത് നമ്മൾ SL പ്ലേസ് ചെയ്തതും. അപ്പം അവിടെ നിന്ന് നമ്മൾ ടാർഗറ്റായിട്ട് വെച്ചത് ആ ഒരു റെഡ് ലൈൻ്റെ അവിടെ മാത്രമേ നമ്മൾ ടാർഗറ്റായിട്ട് വെച്ചിട്ടുള്ളൂ. കാരണം ഇതിന് മുമ്പും മാർക്കറ്റ് ആ ഒരു ടൈമിൽ ആ ഒരു റെഡ് ലൈൻ്റെ അവിടെ നിന്ന് തിരികെ മുകളിലോട്ട് പോയിട്ട് ഞാൻ വിചാരിച്ചൊരു സൈഡ് വേസ് ആണ് ഞാൻ മനസ്സിൽ കണ്ടത്. കാരണം മിക്കവാറും വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരു സൈഡ് വേസ് ആയിട്ടായിരിക്കും ക്ലോസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാണ് അങ്ങനെ ഒരു ട്രേഡ് എടുത്തത്. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു 10 പോയിൻറ്റോളം നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. ബട്ട് അവിടെ നിന്ന് ആ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നല്ല രീതിക്ക് താഴേക്ക് പോവുകയാണ് ചെയ്തത്. താഴേക്കെന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു പഴയ സപ്പോർട്ട് ഏരിയയിലേക്കാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. അതിനുശേഷം അതും ബ്രേക്ക് ചെയ്തു തിരികെ മുകളിലേക്ക് പോയി നമ്മുടെ ആ ഒരു റെഡ് ലൈൻ്റെ ആ ഒരു റേഞ്ചിൽ പോയി റീടെസ്റ്റാണ് മാർക്കറ്റ് നടത്തിയത്. ബട്ട് അവിടെ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് തന്നിരുന്നു. എനിക്ക് തോന്നുന്നു കുറേ ആളുകൾ അവിടെ വീണ്ടും ഒരു കോൾ ഓപ്ഷൻ എടുത്ത് ലോസുകൾ വരുത്തിയിട്ടുണ്ടായിരിക്കും. അവിടെ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് വന്നതിന് ശേഷം മാർക്കറ്റ് വീണ്ടും ആ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്ന് നമ്മളൊരു ബ്ലൂ ലൈനിൽ വന്നാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം തിങ്കളാഴ്ച എനിക്ക് തോന്നുന്നു അവിടെ നിന്നും നമുക്കൊരു മുകളിലേക്കൊരു ഗ്യാപ്പ് അപ്പായിട്ട് പ്രതീക്ഷിച്ച് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു അനലൈസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.